ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന്. എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുള്ള പ്ലം കേക്ക് റെസിപ്പിയാണ്. എലൈറ്റ് പ്ലം കേക്കാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലം കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്യാണ്. നമ്മൾ സോക്ക് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല രീതിയിൽ സോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സോക്ക് ചെയ്യുക. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാനായിട്ടുള്ള ഒരു ഇതിലാണ് സോക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ലൈറ്റ് ഗോൾഡൻ കളറായി വരണം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ട വീഡിയോ വേണ്ടവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിരിക്കുന്നത്. പഞ്ചസാര ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ നമുക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട കിട്ടും. അതോ ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ കറുത്ത മുന്തിരി, മഞ്ഞ മുന്തിരി, ഈന്തപ്പഴം, കാഷ്യൂ നട്ട്സ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഡ്രൈ ജിഞ്ചർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കാരമൽ തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. മാറിപ്പോകരുത്, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ പ്ലം മസാല കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതോടൊപ്പം തന്നെ പറയട്ടെ, ഈ പ്ലം മസാല ഒരു പ്രത്യേക ഫ്ലേവറാണ്. അത് വീട്ടിൽ തന്നെ റെഡിയാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 200 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കൂടിയാണ് കേട്ടോ. നമുക്ക് ആദ്യം ബീറ്റർ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ബ്രൗൺ ഷുഗർ എടുക്കണം എന്നൊരു നിർബന്ധവുമില്ല. ഉണ്ടെങ്കിൽ നല്ലത്, കുറച്ച് കളറൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാനായിട്ടൊന്നും പോകണ്ട. അതിന് പകരം നമ്മുടെ സാധാ പൊടിച്ച പഞ്ചസാര ഇട്ടാൽ മതിയാവും. അപ്പോൾ 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാര കൂടി നമുക്കൊരു 2-3 തവണയായിട്ട് ആ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് പഞ്ചസാരയൊക്കെ ഈ ബൗളിൻ്റെ സൈഡിലേക്കൊക്കെ തെറിക്കും. അതൊക്കെ നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു മീഡിയം സൈസിലുള്ള 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ 4 മുട്ടയും ചേർത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹോം മെയ്ഡ് ട്രക്കുകളാണ്. ഹോം മെയ്ഡ് ട്രക്കുകൾ റെഡിയാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതുള്ളപ്പോൾ നമ്മൾ കാരമൽ കളറൊന്നും ചേർക്കണ്ട. ഞാനിതൊരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും സ്പൂണിൽ എടുത്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററിലേക്ക് സ്പൂണിൽ നിന്ന് ചാടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു ട്രക്കിൽ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. പിന്നെ ബീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഈ ഒരു ബൗളിൻ്റെ സൈഡിലേക്കൊക്കെ ബാറ്റർ മിക്സ് ആകാതെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ വീണ്ടും സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വടിച്ചെടുക്കാൻ. കണ്ടോ, ഇതൊരു പിരിഞ്ഞ പോലെ ഇരിക്കും. ആ പിരിഞ്ഞ പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ കേക്ക് ബേക്കായി വരുന്ന സമയത്തൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് നമ്മൾ ആ ബട്ടറും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്തിട്ട് മുട്ട ചേർക്കുന്ന സമയത്ത് പിരിഞ്ഞ പോലെ വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പം സൈഡിൽ നിന്നൊക്കെ വടിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ റിച്ച് പ്ലമ്മിൻ്റെ എസൻസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ റിച്ച് പ്ലമ്മിൻ്റെ എസൻസും ചേർത്ത് കൊടുക്കാം. ഞാനിത് വാങ്ങിയിരിക്കുന്നത് ഞാൻ ബേക്കിംഗ് ഐറ്റംസൊക്കെ വാങ്ങിയിരിക്കുന്ന ഷോപ്പിൽ നിന്നുമാണ്. 80 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ റിച്ച് പ്ലമ്മിൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് പ്ലം എസൻസ് ചേർത്തിട്ട് അത്ര ടേസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ റിച്ച് പ്ലമ്മിൻ്റെ എസൻസ് എടുക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തവണയായിട്ട് ചേർത്തിട്ട് ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ വെച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതിയാവും. ഇങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ ഇട്ടിട്ട് അത് തന്നെയാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം പഞ്ചസാര കാരമലിൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കട്ട പിടിച്ച് തിക്കായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ സെപ്പറേറ്റ് ആയിക്കോളും. 3 കാര്യങ്ങളുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ പ്ലം ഗരം മസാലയുടെ റെസിപ്പിയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതും പിന്നെ ഹോം മെയ്ഡ് ട്രക്കുകളുടെ റെസിപ്പിയും. അത് 3 നമുക്ക് കേക്കിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി നോക്കണം, റെഡിയാക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിനുള്ള മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ആക്കിയത് കൊണ്ട് ചിലപ്പോൾ ബൗളിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്കൊന്നും ചിലപ്പോൾ നന്നായിട്ട് മിക്സായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു സ്പാച്ചിൽ എടുത്തിട്ട് അടിഭാഗത്ത് നിന്നൊക്കെ ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബാറ്റർ ഒന്നിച്ച് ബേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലേക്ക് ഇത് മുഴുവനും ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബാറ്റർ 2-3 തവണ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലോ അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലോ ഒക്കെ 3 ആക്കിയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് 2-3 കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബാറ്റർ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ എനിക്ക് 1 മണിക്കൂറും 20 മിനിറ്റും എടുത്ത് ബേക്കായി കിട്ടാനായിട്ട്. ഞാൻ ഓവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തു. അതിനുശേഷം 160 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചത്. പിന്നെ ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി മുകളിൽ ക്യാഷ് നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാഷ് നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ബേക്കായി വന്ന സമയത്ത് താഴ്ന്നു പോയി. അതുകൊണ്ട് ഞാനൊരു 50 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും തുറന്നിട്ട് വീണ്ടും മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 50 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തുറന്നിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വെക്കുന്ന ക്യാഷ് നട്ട്സ് എല്ലാം തന്നെ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടാപ്പ് ചെയ്യണ്ട കേട്ടോ. ഒത്തിരി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് അടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചെറുതായിട്ട്
ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സാധാരണ 180-ലാണ് ചെയ്യുന്നത്. പ്ലം കേക്ക് ആയതുകൊണ്ട് മാത്രം 200 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ഞാൻ ഈ ഒരു മോഡിലാണ് ചെയ്യുന്നത്. അതായത് അപ്പ് ആൻഡ് ഡൗൺ കോയിലും നടുവിലെ ഗ്രിൽ മോഡിൻ്റെ ആ സിമ്പിളും കൂടിയുള്ള അതാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് എപ്പോഴും എടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് മാറ്റം വരും. അങ്ങനെ ദേ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ദേ നമ്മുടെ പ്ലം കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് പറയട്ടെ, എല്ലാവർക്കും അറിയാലോ പ്ലം കേക്കൊക്കെ എപ്പോഴും ഒരു 3-4 ദിവസമെങ്കിലും, കുറഞ്ഞത് ഒരു 3-4 ദിവസമെങ്കിലും വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പിന്നെ റമ്മോ വൈനൊക്കെ ഉണ്ടെങ്കിൽ കേക്കിന് മുകളിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടൊക്കെ സൂക്ഷിച്ച് 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഞാനിവിടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിനേക്കാളും ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.